കാസർഗോഡ് സീതാംകോളിയിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. സീതാംകോളി സ്വദേശി വിനോദാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി അതിക്രമം നടത്തിയത്. പോലീസ് എത്തിയതോടെ യുവാവ് കൈയിലെ ഞരമ്പ് മുറിച്ചു. കുമ്പള പോലീസ് സ്ഥലത്തെത്തി വിനോദിനെ കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി അർജുൻ ഹേമയാണ് ചേരുന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അർജുൻ ഹേമയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്താണ് ഉണ്ടായത്? നിമേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാസർഗോഡ് സീതാംകോളിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് സീതാംകോളി സ്വദേശിയായ വിനോദിനെ ഇപ്പോൾ കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ആദ്യം 3 മണിക്കൂറോളം ഈ മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ ഈ യുവാവ് പരാക്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു ബഹളവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം 2 കടകളിലാണ് അദ്ദേഹം ഇത്തരത്തിൽ അതിക്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കടയുടമകൾ തന്നെയാണ് കുമ്പള പോലീസിൽ വിവരമറിയിക്കുകയും കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസിനെ കണ്ട്, അതായത് പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ഇയാൾ കയ്യിലെ ഞരമ്പ് മുറിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായി വലിയ രീതിയിലുള്ള ബഹളവും അതുപോലെ നാട്ടുകാരും ഈ സ്ഥലത്ത് ഒത്തുകൂടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ അതായത് മദ്യലഹരിയിലായിരുന്നു ഈ യുവാവ് ഉണ്ടായിരുന്നത്. സമാനമായി തന്നെ നിത്യേന ഇയാൾ മദ്യപിക്കുന്ന ഒരാളാണെന്നാണ് നാട്ടുകാരോട് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരമായി ഇയാൾ ഈ സീതാംകോളി ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ ബുദ്ധിമുട്ടും, അതായത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. നിരന്തരമായി കടകളിലേക്ക് കയറി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്താറുമുണ്ടെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇന്ന് പോലീസിനെ നേരിട്ട് വിളിച്ച് ഈ നാട്ടുകാർ തന്നെ വിവരങ്ങൾ പറയുകയായിരുന്നു. കാരണം ഇതിൽ അതിക്രമം ഉള്ളിലേക്ക് കയറിയതിനു ശേഷം കടയ്ക്കുള്ളിലെ സാധനങ്ങളൊക്കെ തന്നെ തകർക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, പോലീസ് കൃത്യമായി സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ സമാനമായി ഒരു ഹോട്ടലിന് നേരെ ഇയാൾ ഈ അതിക്രമിച്ച് ഉള്ളിൽ കയറിയതിനു ശേഷം ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ഹോട്ടൽ ഉടമയായിട്ടുള്ള കൃഷ്ണൻ എന്ന ഒരാൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വിനോദിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സമാനമായി കഴിഞ്ഞ ദിവസം മറ്റു പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ സീതാംകോളി മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം 3 മണിക്കൂറോളം ഈ മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം 2 കടകൾക്ക് മുന്നിലേക്ക് എത്തുകയും തുടർന്ന് കടകൾക്കുള്ളിലേക്ക് കയറി ഇത്തരത്തിലുള്ള അതിക്രമം നടത്തുകയും ചെയ്തത്. നിലവിൽ ഇയാളെ ഈ സാരമായി കൈക്ക് ഞരമ്പിന് പരിക്ക് പറ്റിയതിൻ്റെ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ, അതായത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന. നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. നിമേഷ്, സീതാംകോളിയിലാണ് മദ്യലഹരിയിൽ യുവാവ് പരാക്രമം കാണിച്ചത്. വിവരങ്ങളാണ് അർജുൻ ഹേമ നൽകിയത്.